കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫലം വെച്ച് കഴിഞ്ഞാൽ ഗൗളി നമ്മുടെ ശരീരത്ത് ഓരോ ഭാഗത്ത് ഓരോ ദിവസങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാലുള്ള ഫലങ്ങളെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതേ ഗൗളി തന്നെ ശരീരത്തിലെ ഓരോ നക്ഷത്രത്തിൽ ദേഹത്ത് പതിച്ചു കഴിഞ്ഞാലുള്ള ഫലങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗൗളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗളി ശാസ്ത്രം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഗൗളി ശാസ്ത്രം അല്ലെങ്കിൽ ബലിശാസ്ത്രത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രത്തിൽ ഓരോ ശരീരഭാഗത്ത് ഓരോ ഗൗളി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഫലങ്ങളെ നമുക്കറിയാൻ പാടില്ലാത്ത നമുക്ക് വരാൻ പോകുന്ന ഫലങ്ങളെ ഈ ഗൗളി നമുക്ക് കാട്ടിത്തരികയാണ് ചെയ്യുന്നത്. അതിൽ ഈശ്വരാധീനമുള്ളവർക്ക് നമുക്കിത് മനസ്സിലാക്കാനും അതിനെ മറികടക്കാനുള്ള പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധികൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ രക്ഷപ്പെടാനും ഒക്കെ സാധിക്കും. അപ്പം നമുക്ക് എന്താണെന്നല്ലേ നമുക്ക് ഓരോ നക്ഷത്രത്തിൻ്റെ നമുക്കൊന്ന് നോക്കാം. അത് നമുക്ക് അശ്വതി നക്ഷത്രത്തിലെ ഗൗളി ശരീരത്തെ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും വർദ്ധിച്ച് കീർത്തിമാനായി തീരുന്ന അവസ്ഥ നമുക്ക് പറയാം. ഭരണി നക്ഷത്രത്തിലാണെങ്കിൽ രോഗശമനം വന്ന് സുഖമായിട്ട് ജീവിക്കുന്ന അവസ്ഥ നമുക്ക് പറയാം. കാർത്തിക നക്ഷത്രത്തിലാണെങ്കിൽ ദ്രവ്യനാശമാണ് നമുക്ക് അനുഭവമായിട്ട് വരിക. രോഹിണി മകര നക്ഷത്രത്തിലാണെങ്കിൽ അർത്ഥലാഭം അതുപോലെ ലാഭവർദ്ധനവ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ മരണഭയം ഉണ്ടാവാനുള്ള അവസ്ഥകളൊക്കെ പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ മരണതുല്യമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്ക് കേൾക്കാൻ വഴിയുണ്ട്. പുണർദം പൂയ നക്ഷത്രത്തിലാണെങ്കിൽ അർദ്ധലാഭം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. ആയില്യ നക്ഷത്രത്തിലാണെങ്കിൽ മരണം തന്നെ സംഭവിക്കാവുന്ന അവസ്ഥ അല്ലെങ്കിൽ മരണം കേൾക്കാനുള്ള യോഗമൊക്കെ നമുക്ക് പറയാം. മകനക്ഷത്രത്തിൽ മകനക്ഷത്രത്തിൽ ഈ ഗൗളി വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈ മംഗള അനുഭവങ്ങൾ ശുഭ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. പൂര നക്ഷത്രത്തിൽ ശരീരത്ത് ഗൗളി പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗാരിഷ്ടതകളൊക്കെയാണ് പറയാൻ സാധിക്കുന്നത്. ഇനി ഉത്തരം അത്തം ചിത്തിര ചോദ്യ നക്ഷത്രത്തിലൊക്കെ പതിച്ചു കഴിഞ്ഞാൽ സർവ മംഗളസിദ്ധി സർവകാര്യസിദ്ധിയൊക്കെയാണ് പറയാനുള്ളത്. വിശാഖ നക്ഷത്രത്തിൽ നമുക്ക് ഈ ഗൗളി ശരീരത്തിൽ വീഴുകയാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. അനിഴ നക്ഷത്രത്തിലാണ് ഭജിക്കുന്നതെങ്കിൽ നമുക്ക് ഭൂമി വാങ്ങിക്കാനുള്ള യോഗം നമുക്ക് പറയാനാവുന്നതാണ്. തൃക്കട നക്ഷത്രത്തിൽ ശരീരത്ത് ഗൗളി പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവത്ര നാശം സംഭവിക്കാനുള്ള അവസ്ഥ, ശത്രുവർദ്ധനം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാം. പിന്നെ മൂല നക്ഷത്രത്തിൽ ശരീരത്ത് ഗൗളി പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖപ്രാപ്തി ഫലം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാം. പൂരാട നക്ഷത്രത്തിൽ ശരീരത്ത് ഗൗളി പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മരണതുല്യമായ ക്ലേശങ്ങളെയൊക്കെ പറയാവുന്നതാണ്. ഉത്രാട നക്ഷത്രത്തിൽ നമുക്ക് ഗൗളി ദേഹത്ത് പതിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നു, വിവാഹത്തിനടുത്തിരിക്കുന്നു, നല്ലൊരു കുട്ടിയെ കിട്ടാനുള്ള യോഗം അല്ലെങ്കിൽ നല്ലൊരു പങ്കാളിയെ കിട്ടാനുള്ള യോഗം നമുക്ക് പറയാം. തിരുവോണം നാളിലെ ദേഹത്ത് ഗൗളി പതിച്ചു കഴിഞ്ഞാൽ കൃഷിസ്ഥലം അല്ലെങ്കിൽ ഫാക്ടറികൾ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. അവിട്ട നക്ഷത്രത്തിൽ ദേഹത്ത് ഗൗളി വീണാൽ അർദ്ധനാശം തന്നെയാണ് പറയാനാകുന്നത്. ചതയ നക്ഷത്രത്തിൽ ഗൗളി വീണ് കഴിഞ്ഞാൽ നമുക്ക് സുഖപ്രാപ്തി അല്ലെ സുഖകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. പൂരുട്ടാതി നക്ഷത്രത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഗൗളി പതിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാൻ അല്ലെ വിവാഹത്തിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള യോഗം നമുക്ക് പറയാവുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഗൗളി പതിച്ചു കഴിഞ്ഞാൽ സർവ്വ മംഗളങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. രേവതി നക്ഷത്രത്തിലാണ് ശരീരത്ത് ഈ പറഞ്ഞ ഗൗളി പതിച്ചെങ്കിൽ ഭൂമി വാങ്ങിക്കാൻ, ഭൂമി കൊടുക്കാൻ, ഭൂമി ക്രയവിക്രയ മുഖേന ലാഭം ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. അതുപോലെ നമുക്ക് ആഴ്ചയിലെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. തിങ്കള ബുധന വ്യാഴം വെള്ളി എന്നീ ആഴ്ചകളിലാണ് ദേഹത്ത് ഗൗളി വീണ് കഴിഞ്ഞാൽ അർത്ഥലാഭം ഉണ്ടാകുന്ന അവസ്ഥ. ഞായർ ചൊവ്വ ശനി ദിവസങ്ങളിലൊക്കെ ഗൗളി ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഏത് ഭാഗത്തും ആയിക്കോട്ടെ നമുക്ക് ധനനഷ്ടം, നാശനഷ്ടങ്ങൾ, നമുക്ക് ചെയ്യാത്ത തെറ്റിന് പഴിയേക്കാനുള്ള അവസ്ഥകൾ, ചീത്തപ്പേരുകൾ, കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഗൗളി എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു ജീവിയല്ല. നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി വിളിച്ചു തരുന്ന ഒരു ജീവി തന്നെയാണ്. നമ്മളത് മുൻകൂട്ടി ഇതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വലിയ ദോഷമായാലും നമുക്കത് മാറ്റിയെടുക്കാനും ഉയർച്ചയെ നമ്മളിലേക്ക് അടുപ്പിക്കാനും സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.